പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാർ, മുതിർന്ന നേതാവ് ശ്രീ കെ വി ശ്രീധരൻ മാസ്റ്റർ, സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാസ്റ്റർ, സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി എം എസ് സമ്പൂർണ്ണ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, സംസ്ഥാന ഉപാധ്യക്ഷ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എം എസ് സമ്പൂർണ്ണ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത അവർ, എസ് സി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വെട്ടേക്കാട്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ ഹരി, വിവിധ പോഷക സംഘടനകളുടെയും പാർട്ടിയുടെയും മറ്റു മുതിർന്ന നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉദ്ഘാടന പ്രസംഗം ഏതാനും ചില വാക്കുകളിൽ ഞാൻ ഒതുക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിപാടികൾ വന്ന് നിൽക്കുമ്പോൾ കേരളത്തിലെ രണ്ട് പ്രധാന മുന്നണികൾക്കും ഈ വലിയ തോതിലുള്ള ആശയ പാപ്പരത്വത്തെയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സമനിലതെറ്റിയതുപോലെയാണ് രണ്ട് മുന്നണികളിലെയും നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് രണ്ട് മുന്നണികളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇടതുമുന്നണിയുടെ പ്രധാന കക്ഷിയുടെ നേതാവ് ശ്രീമാൻ ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. നിരന്തരമായി കള്ളപ്രചരണം നടത്തുന്ന ആളുകള് വല്ലപ്പോഴും സത്യം പറയുമ്പോഴാണ് അത് വാർത്തയാവുന്നത്. എനിക്കന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇവിടെ നടപ്പാവുന്ന കാര്യമല്ല, അത് കാലഹരണപ്പെട്ടുപോയി. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരിക്കലും നടപ്പാവാത്ത ഒരു കാര്യമാണ്, കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. അതിവിടെ പ്രായോഗികമല്ല. ഇതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം കാലഹരണപ്പെട്ടതാണെന്നും അതൊരു ഉട്ടോപ്യൻ ചിന്താഗതിയാണെന്നും അതിന് യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള നിലനിൽപ്പില്ലെന്നും അത് പരീക്ഷിച്ചെടുത്തൊക്കെ പരാജയപ്പെട്ടു പോയെന്നും ഞങ്ങൾ എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായാലും ദത്തോപാധ്യായ ടാങ്കഡി ആയാലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതൊരു ഉട്ടോപ്യൻ ചിന്താഗതിയാണ്. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിനൊരു നൈസർഗികമായിട്ടുള്ള ജൈവഘടനയില്ല. വളരെ കൃത്രിമമായി വിചാരിക്കുന്ന ഒരു സങ്കല്പ സ്വർഗമാണ്, നടപ്പാവാത്ത ഒരു മൂഢസ്വർഗമാണ് ഈ സിദ്ധാന്തം. അതുകൊണ്ട് അത് അങ്ങനെയുള്ള ആളുകൾ മാത്രമേ അതിൽ വിശ്വസിക്കൂ. പക്ഷെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആകെ അടിത്തറയാണ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അത് ശാസ്ത്രീയ സോഷ്യലിസം, മാനവികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനവികത, ഇതൊക്കെ അതിന്റെ ആധാരം ഇതാണെന്നാണ് പറഞ്ഞത്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം കാലഹരണപ്പെട്ടതും നടപ്പാവാൻ സാധ്യതയില്ലാത്തതും ഉട്ടോപ്യനുമാണെന്ന് സൈദ്ധാന്തികനായിട്ടുള്ള ഇപ്പോഴത്തെ സൈദ്ധാന്തികന്മാരൊന്നും ഇപ്പൊ ഇല്ല. പണ്ട് EMS ഒക്കെ ഉണ്ടായിരുന്നു, ബാലാനന്ദനൊക്കെ, അല്ലെ ബാലറാമൊക്കെ. എന്നീ ബാലറാമും EMSഉം ഒക്കെ ധാരാളം സൈദ്ധാന്തികമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടത്തി. ഇന്നിപ്പോ കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും ഒക്കെയാണ് മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാർ കേരളത്തിൽ.
അതിൽ കുറച്ച് ഭേദപ്പെട്ട ഒരാളാണ് ഗോവിന്ദ മാഷ്. ആ മാഷ് പറയുകയാണ്, അത് കാലാകാലപ്പെട്ട കാര്യമാണ്, നടപ്പാവാത്ത കാര്യമാണ്, ഇതും വിചാരിച്ച ആൾക്കാർ ഇരിക്കേണ്ട. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിച്ചുവിടുകയാണ് വേണ്ടത്. അടിസ്ഥാന പ്രമാണം കാലഹരണപ്പെട്ടതാണ്. ഈ പ്രത്യയശാസ്ത്രത്തിന് നിലനിൽപ്പില്ല എന്ന് പരസ്യമായി പറയുന്ന ഗോവിന്ദ മാഷോടും കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടും നമുക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ ആത്മഹത്യപരമായിട്ടുള്ള നിലപാടുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? പാർട്ടി പിരിച്ചുവിടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിച്ചുവിട്ട് നേതാക്കന്മാർക്ക് കാശിക്ക് പോകുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത്ര വലിയ ആശയ പാപ്പരത്വത്തെയാണ് അവർ നേരിടുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയം അത് ഏത് ലക്ഷ്യത്തിലേക്കാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത് അത് സാധ്യമല്ല എന്ന് തെളിഞ്ഞതോടുകൂടി, അത് പരസ്യമായ ഒരു നേതാവ് വെളിപ്പെടുത്തിയതോട് വ്യക്തമാക്കിയതോടുകൂടി, മാത്രമല്ല താൻ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുദ്ദേശത്തിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് ഒരുപക്ഷെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കും ഇപ്പോൾ ഒരു വെളിപാടുണ്ടായിരിക്കുന്നത്. വിശ്വാസികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ CPM ഇങ്ങനെ കറങ്ങുന്നത്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും ഹിന്ദുവായിട്ടാണ് ജനിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗോവിന്ദ മാഷ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും പറയുന്നത് എല്ലാവരും മനുഷ്യരായിട്ട് ജയിക്കും, പിന്നെ അവര് ഓരോ മതങ്ങളായിട്ട് മാറും. എല്ലാ മതങ്ങളിലും പെട്ട ആചാര്യന്മാർ അങ്ങനെയാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ്. എല്ലാ മനുഷ്യരിലും ഉള്ളത് ഒരേ അന്തസത്ത തന്നെയാണ്. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവരിലും ഒരേ സത്യം തന്നെയാണുള്ളത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഗോവിന്ദ മാഷ് ഇപ്പോ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഹിന്ദുവായിട്ടാണ് ജനിക്കുന്നത് ഇന്ത്യയിലുള്ളവർ. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം ഇതിനെതിരായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. 70 കൊല്ലം നിങ്ങൾ നടത്തിയ ചർവിത ചർവണം, നിങ്ങൾ നടത്തിയ വാചാടോപങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ മുമ്പിൽ തകർന്നടിഞ്ഞിരിക്കുന്നു, പാപ്പരായിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കെട്ടിപ്പൊക്കി നടക്കുന്നത്? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് അതിന്റെ നേതാക്കളെല്ലാം കാശിക്ക് പോവുകയും അതിന്റെ അണികളെല്ലാം BJPയിൽ ചേരുകയുമാണ് ഈ സന്ദർഭത്തിൽ കരണീയമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ഞങ്ങൾ RSSകാരും BJPക്കാരും പറയുന്നിടത്തേക്കാണ് നിങ്ങളിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യത്തിലേക്കാണ് നിങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹിന്ദു മതഭൂരിപക്ഷ സമുദായത്തിലെ വിശ്വാസികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതില്ലേ? എന്താണ് നിങ്ങളുടെ ക്ഷേത്ര ആരാധനയെ സംബന്ധിച്ചും ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ഇക്കാലം അത്രയും എടുത്ത നിലപാട്? കേരളത്തിൽ മുസ്ലിം ദേവാലയങ്ങൾ ഭരിക്കാനുള്ള അവകാശം മുസ്ലിം സമുദായത്തിനാണ്. കേരളത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഭരണത്തിനുള്ള അവകാശം ക്രൈസ്തവ സഹോദരന്മാർക്കാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ ദേവാലയങ്ങൾ മാത്രം ഭരിക്കാനുള്ള അവകാശം സർക്കാരിനാവുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും പെട്ട ആളുകൾക്ക് അവരുടെ ആരാധനാലയങ്ങളെ നിയന്ത്രിക്കാനുള്ള അവകാശം ലഭിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അതിനുള്ള അവകാശം ലഭിക്കാതെ പോകുന്നത്? എന്ത് തെറ്റാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ചെയ്തത്? ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ ആര് ഭരിക്കണം? അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
ആരാണ് തീരുമാനിക്കേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഗോവിന്ദനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. കേരളത്തിൽ മറ്റ് പ്രബലമായിട്ടുള്ള രണ്ട് സമുദായങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങളിലെ ഭരണവും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭൂരിപക്ഷത്തിന് ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? ശബരിമലയിൽ ആര് പോകണം, അവിടെ ആചാരങ്ങൾ എങ്ങനെയായിരിക്കണം, അവിടെ നെയ്യഭിഷേകം നടത്തണമോ, അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ആര് തീരുമാനിക്കണം? ഗവൺമെന്റ് ആണോ തീരുമാനിക്കേണ്ടത്? കോടതികളാണോ തീരുമാനിക്കേണ്ടത്? കോടതികൾക്ക് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾ ചാർത്തി കൊടുത്തതാണ്. കാരണം കേരളത്തിലെ ആരാധനാലയങ്ങളുടെ നിയന്ത്രണം സർക്കാരിന്റെ കയ്യിലായതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഹിന്ദു ആരാധനാലയങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്? പ്രകടന പത്രികയിൽ നിങ്ങളത് പറയും. ദേവസ്വം ബോർഡുകളുടെ രാഷ്ട്രീയ അതിപ്രസരം. എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ദേവസ്വം ബോർഡുകൾ ഭരിക്കാനുള്ള അവകാശം കിട്ടുന്നത്? ആരാണവർ? എന്തുകൊണ്ടാണ് മുസ്ലിം ദേവാലയങ്ങൾ ഭരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് സർക്കാർ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഭരിക്കാൻ ധൈര്യപ്പെടാത്തത്? ഹിന്ദു ദേവാലയങ്ങളിലെ 10,000-കണക്കിന് ഹെക്ടർ ഭൂമി നിങ്ങൾ കൈവശപ്പെടുത്തി. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വഖഫിന്റെ 1 സെന്റ് ഭൂമി എടുക്കാൻ കഴിയാത്തത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ക്രൈസ്തവ ദേവാലയങ്ങളുടെ 1 സെന്റ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത്? ഹിന്ദു ആരാധനാലയങ്ങളുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുത്ത് നിങ്ങൾ മതേതരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഹിന്ദു ദേവാലയങ്ങളുടേത് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഏറ്റെടുത്തത്? എന്തുകൊണ്ടാണ് ഒരു മതേതര സമൂഹത്തിൽ മറ്റു മതങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഭൂരിപക്ഷ സമുദായത്തെ അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങളിപ്പോ ശബരിമലയിൽ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസും CPM-ഉം തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാൻ മാത്രം മടയന്മാരല്ല കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ, ഭൂരിപക്ഷ സമുദായം. ഓരോന്നോരോന്ന് എണ്ണി ഞങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു ആരാധനാലയങ്ങളുടെ ഭൂമി നിങ്ങൾ ഏറ്റെടുക്കുന്നത്? അവിടുത്തെ ഭരണം നിങ്ങൾ നിയന്ത്രിക്കുന്നത്? അതുകൊണ്ട് ദേവസ്വം ബോർഡുകളുടെ തീവെട്ടിക്കൊള്ളയും അനധികൃതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലും അവസാനിപ്പിക്കുക എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാക്കി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. വർഗീയ ശക്തികളുമായിട്ടുള്ള നിങ്ങളുടെ ഈ കൂട്ടുകെട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഈ കള്ളക്കളി ഉണ്ടല്ലോ, അത് പിച്ച് ചെയ്ത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ നിലപാടെന്താ? ക്രൈസ്തവ ദേവാലയങ്ങളും ഹിന്ദു ദേവാലയങ്ങളും ഹാഗിയ സോഫിയ തകർത്തത് ഭാരതമകളാണെന്നാണ് വലിയ കേരളം പിടിക്കാൻ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്നു. കണ്ടില്ലേ നിങ്ങൾ? ഉമ്മൻചാണ്ടിയുടെ മകന്റെ പ്രസംഗം കണ്ടില്ലേ? വിദേശ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ ബാറുടമകൾ പൊളിച്ചു നീക്കുകയാണ്. അതിൽ ഹാഗിയ സോഫിയയും പെടും. ഈ രാജ്യത്ത്, ഈ ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തതാണ് ആ ദേവാലയം. അവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും ISIS തീവ്രവാദികൾ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്നത് അത് ബാറുടമകൾ പൊളിച്ചതാണ്. ബാറുടമകൾ പൊളിച്ചതാണെങ്കിൽ ഉമ്മൻചാണ്ടി പറയണം ഈ ലവ് ജിഹാദിനെയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളെല്ലാം അവരുടെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി ശക്തമായ പ്രതിഷേധത്തിലാണ്. ഞങ്ങളിത് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞപ്പോൾ BJP വർഗീയ പ്രചരണം നടത്തുകയാണെന്നാണ് പറഞ്ഞത്. KCBC വർഗീയ പ്രചരണം നടത്തുകയാണോ? ക്രൈസ്തവ സഭകളെല്ലാം വർഗീയ പ്രചരണം നടത്തുകയാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ലവ് ജിഹാദിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താ?
LDF-ഉം UDF-ഉം പറയണം, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ള ലവ് ജിഹാദിനെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? ശബരിമലയിൽ കോൺഗ്രസ് പറയുന്നത് എല്ലാം ഇപ്പൊ ശരിയാക്കി തരാം. കോൺഗ്രസ് എവിടെ ഉണ്ടായിരുന്നു? ശബരിമലയിൽ വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോൾ, അവിടെ മനീതി സംഘം 18-ാം പടി കയറാൻ പോയപ്പോൾ, രഹന ഫാത്തിമയും 1000 പോലീസുകാരും 18-ാം പടി കയറാൻ പോയപ്പോൾ എവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസ്? കോൺഗ്രസ് ഗാലറിയിൽ നിന്ന് കളി കാണുകയായിരുന്നു. ഉമ്മൻചാണ്ടി ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമായി കണക്കാക്കി മാറി നിൽക്കുകയായിരുന്നു. ഞാൻ UDF നേതാക്കളെ വെല്ലുവിളി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാലത്ത് ഉമ്മൻചാണ്ടി നടത്തിയ ഒരു സമരം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? ഒരു പത്രത്തിൽ നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? ശബരിമല കാലത്ത് മൗനവ്രതത്തിലായിരുന്നു ഉമ്മൻചാണ്ടി. എന്നിട്ട് ഇപ്പോൾ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ മുതല കണ്ണീരൊഴുക്കുകയാണ്. കോൺഗ്രസിനോടും ഉമ്മൻചാണ്ടിയോടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ തട്ടിപ്പൊന്നും കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല. എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ശബരിമല കാലത്ത് എന്താണ് നടന്നത്? നിങ്ങൾ എവിടെയായിരുന്നു? ഒരു പെറ്റി കേസെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ടോ? രമേശ് ചെന്നിത്തലയുടെ പേരിലുണ്ടോ? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരിലുണ്ടോ? നിങ്ങളുടെ AICC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറഞ്ഞതല്ലേ നിങ്ങള് ശബരിമല നിലപാടെന്താണ്? വർഗീയ ശക്തികളുമായിട്ട് നിങ്ങൾ കൂട്ടുപിടിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഘടന. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ വകഭേദങ്ങളാണ്. മൗദൂദിയുടെ നിലപാടാണ് രാജ്യത്ത് ഇസ്ലാമിക ബോംബായിട്ട് മാറുന്നത്. ആ മൗദൂദിയൻ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയെ നിങ്ങൾ UDF-ന്റെ ഭാഗമാക്കിയില്ലേ? മാപ്പ് പറയാൻ തയ്യാറുണ്ടോ ഉമ്മൻചാണ്ടി? ഇനി സഖ്യം ഉണ്ടാക്കില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ഇവിടെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നീതി കൊടുക്കുമെന്ന് പറഞ്ഞത്. അവരാണ് ഹാഗിയ സോഫിയ തകർത്തത്. കേരളം മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികളുടെ ബോംബാക്രമണങ്ങൾ നടന്നത്, വർഗീയ കലാപത്തിന് ശ്രമിച്ചത് എല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുക, എന്നിട്ട് ഹിന്ദുക്കളെ പറ്റിക്കാൻ വരിക നടപ്പുള്ള കാര്യമല്ല. നിങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മൗലികമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ നിലപാട് മാറ്റി പറയാൻ തയ്യാറുണ്ടോ? വർഗീയ ശക്തികളുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? രാജ്യദ്രോഹികളെ സഹായിക്കുന്ന നിലപാട് അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ആട്ടിൻതോലണിഞ്ഞ് വരുന്ന ചെന്നായ്ക്കളെ പോലെ വോട്ട് പിടിക്കാനുള്ള ഈ തന്ത്രങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇത് പറയാൻ തന്നെ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇത് പറയാൻ പോലും നിങ്ങളെ പ്രേരിപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടി നട്ടലോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഈ രാഷ്ട്രീയ അജണ്ട നിങ്ങൾക്ക് തിരിച്ചടിയാവുമെന്നുള്ളത് കൊണ്ടാണ്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കാൻ തയ്യാറുണ്ടോ? ഇടതുപക്ഷം ഇപ്പോൾ വിശ്വാസികളുടെ കാര്യം പറയുന്നു. എന്തിനാണ് നിങ്ങൾ വിവേചനം കാണിക്കുന്നത്? നിങ്ങൾ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നു. പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവര് ഭൂരിപക്ഷ സമുദായമായതുകൊണ്ട് ഇവിടുത്തെ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, വിശ്വകർമ്മർ, സാധാരണക്കാർ, നിരവധിയായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. എന്നാ പിന്നെ അവരെ ഒന്ന് സംരക്ഷിക്കാൻ, ഭൂരിപക്ഷ സമുദായത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, അവരുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാൻ തയ്യാറുണ്ടോ? എന്തുകൊണ്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് പാലോളി കമ്മിറ്റി പോലൊരു കമ്മിറ്റി മഹാഭൂരിപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിങ്ങൾ വെക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്
ഇതുപോലൊരു ഭൂരിപക്ഷ സമുദായത്തിലെ പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസം, സാമൂഹികം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ഒരു കമ്മീഷനെ വയ്ക്കും. വിധവ പെൻഷൻ കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ മതം നോക്കിയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിധവയും മുസ്ലിം വിധവയും തമ്മിൽ എന്തിനാണ് നിങ്ങൾ വിവേചനം കാണിക്കുന്നത്? എന്താണ് അത് നമ്മളുടെ വ്യത്യാസം? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഇരട്ടത്താപ്പ് വേണ്ട. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ചെപ്പടി വിദ്യകളുണ്ടല്ലോ, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തുല്യനീതി ലഭിക്കുന്നില്ല എന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ല വിവേചനം ഉണ്ടാവുന്നത്, ക്രിസ്ത്യാനികൾക്കും വിവേചനം ഉണ്ടാവുന്നു. അവരെ കെ.ടി. ജലീലിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ? എന്താ ആരും മറുപടി പറയാത്തത്? എന്താ UDFന്റെ നയം കാര്യത്തിൽ? ഈ നാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ സർക്കാരും പ്രതിപക്ഷവും ഇപ്പോ സർക്കാരിന്റെ തൊഴിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പരസ്യമായല്ലോ. എല്ലാ ഭാര്യമാർക്കും ഷംസീറിന് തൊഴിൽ കിട്ടി, ഭാര്യയ്ക്ക് റിയാസിന് തൊഴിൽ കിട്ടി, മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് ഉദ്യോഗം. എല്ലാ നേതാക്കൾക്കും, ഏതെങ്കിലും ഒരു നേതാവിന്, യുവ നേതാവിന് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഭാര്യയ്ക്ക് തൊഴിൽ കിട്ടാത്തതുണ്ടോ? ഈ രാജീവ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ഭാര്യയ്ക്ക് ജോലി നേടിക്കൊടുക്കുക എന്നുള്ള പണിയല്ലാതെ എന്താണ് യുവ നേതാക്കളൊക്കെ, CPM-ലെ യുവ നേതാക്കൾ ചെയ്യുന്നത്? ഇതിനുവേണ്ടിയാണോ നിങ്ങൾ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് സമരം ചെയ്തത്? ഈ രാജ്യത്ത് ആർക്ക് തൊഴിൽ കിട്ടിയില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഈ മണകുണാപ്പന്മാരെ അടിച്ച് പടിയടിച്ച് പിണ്ടം വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? നാണമില്ല. എന്നിട്ട് വന്നിട്ട് പ്രസംഗിക്കുക, എന്റെ ഭാര്യയെ വേട്ടയാടുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടാണ് നിങ്ങൾ കേരളത്തെ ചെറുപ്പക്കാരെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് വരണം. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഗവൺമെന്റ് വരണം. ഇന്നത്തെ ഈ വർഗീയ രാഷ്ട്രീയത്തിന് 6 പതിറ്റാണ്ട് തുടർന്ന് ഈ വർഗീയ രാഷ്ട്രീയത്തിന് അതിര് വരുത്തണം. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചർച്ചക്കെടുക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മൗലികമായ വിഷയങ്ങൾ ചർച്ചക്കെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് BJP ചോദിക്കുന്നത്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പത്തെ, ആ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത്. ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത് കേരളം ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ആരും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കേരളത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട് അത്യുജ്വലമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള, ഈ ദുഷിച്ച 2 മുന്നണികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ മാധ്യമപ്രവർത്തകർ പോയതിനു ശേഷം നമ്മുടെ ഓരോരോ പരിപാടികളും ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം.